ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. വചനത്തിൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെല്ലാം ഒന്ന് ചേർത്തു വെക്കാം. യേശുക്രിസ്തുവിൻ്റെ തിരുച്ചോരത്തുള്ളികളാൽ നമുക്ക് സംരക്ഷണം ഏറ്റെടുക്കാം. ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവവചനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന സമസ്ത മേഖലകളിലേക്കും ഈ വെളിച്ചം കടന്നു വരുവാൻ, ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ സ്വർഗം നമ്മുടെ മേൽ ഒരു വലിയ അഭിഷേകം നൽകിക്കൊണ്ട് കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ലോകം സമാധാനം അന്വേഷിക്കുകയാണ്. എവിടെയും സമാധാനമില്ലാതെ ഒരു അടിമത്വത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ പോപ്പ് ലിയോ 14 സമാധാനത്തിൻ്റെ വർഷമായി ഈ കാലഘട്ടത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ സമാധാനം അന്വേഷിക്കുന്ന ജനം അത് കണ്ടെത്താനാവാതെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം, അതുമല്ലെങ്കിൽ സഭ നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നോമ്പ് കാലത്തിൻ്റെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യഥാർത്ഥ സമാധാനമെന്ന് പറയുക സമാധാനത്തിൻ്റെ രാജാവായ യേശുക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നോമ്പിൽ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഇവിടെ നമ്മൾ ബൈബിള് പഠിച്ചാൽ, പഴയ നിയമം എടുത്താൽ ഒരു അടിമത്വം നമുക്ക് കാണുവാൻ പറ്റും. അത് മറ്റൊന്നുമല്ല, ഫറവോയുടെ അടിമത്വം. ഇസ്രായേൽ ജനം 400 വർഷത്തെ അടിമത്വത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്ന്, ഇവിടെ ദൈവത്തിന് ജനമേ ഓർക്കുക, ഫറവോയുടെ മരണശേഷം ഈ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുകയും അവരുടെ നിലവിളി കേട്ട ദൈവം അവരെ വീണ്ടെടുക്കുവാനായി ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. പഴയ നിയമത്തിൽ ഫറവോയുടെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഇന്നും ഒരു അടിമത്വം ഈ ലോകത്ത് നിലനിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പാപത്തിൻ്റെ അടിമത്വം, മരണത്തിൻ്റെ അടിമത്വം. ഹല്ലേലൂയ! ഈ പാപത്തിൻ്റെ മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ, യേശു തൻ്റെ കുരിശു മരണത്തിലൂടെ പാപത്തെ, അല്ലെങ്കിൽ സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് സകല മാനവരാശിക്കും വിടുതൽ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഇന്ന് മുന്നോട്ട് കടന്നു പോവുകയാണ്. കാരണം ഒരു അടിമത്വമെന്ന് പറയുക, അത് വിടുതലിലേക്ക് കടന്നു പോകണമെങ്കിൽ, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ പെസഹ ആചരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ബൈബിൾ പഠിക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം നമ്മൾ എടുത്താൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ഈജിപ്തിലെ അടിമത്വം അഥവാ വാസകാലമെന്ന് പറയുക 430 വർഷമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. എന്നാൽ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം പരിശോധിക്കുകയാണെങ്കിൽ, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ
പരദേശികളായി കഴിഞ്ഞുകൂടും. അവരവിടെ ദാസ്യ വേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ സഹിക്കും. എന്ന് വെച്ചാൽ 400 വർഷം തൻ്റേതല്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടേതല്ലാത്ത സ്വന്തമല്ലാത്ത ഒരു നാട്ടിൽ ദാസ്യവേല ചെയ്ത് 400 കൊല്ലത്തെ അടിമത്തത്തിനു ശേഷം അവർ ദൈവം ഒരുക്കിയ പദ്ധതിയിലൂടെ പുറത്തു വരുമെന്നുള്ള ഒരു പദ്ധതി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 400 വർഷത്തെ നീണ്ട ഒരു ഇടവേള അല്ലെങ്കിൽ ഒരു നിശബ്ദതയ്ക്ക് ശേഷം ദൈവം ഇടപെടുകയാണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 400 വർഷമെന്ന് 15-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും പുറപ്പാട് 12:40 അത് 430 വർഷമായി മുന്നോട്ട് കടന്നു പോവുകയാണ്. ഒരു 30 വർഷം കൂടി ഇസ്രായേൽ ജനം അടിമത്തത്തിലൂടെ അല്ലെങ്കിൽ ഫറവോയുടെ അടിമത്തത്തിലൂടെ കടന്നുപോയി. എന്തുകൊണ്ടാണ് ഈ 430 വർഷം എടുത്തത്, അഥവാ 30 വർഷം എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് നമ്മൾ പരിശോധിച്ചാൽ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും, നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുക്കുക, 7-ാമത്തെ വർഷം അത് വിതയ്ക്കാതെ അത് വെറുതെ കിടക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ കൽപ്പന നിലനിൽക്കുകയാണ്. അതായത് നമുക്കറിയാം, 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കതറിയാം. 7-ാമത്തെ ദിവസം എന്ന് പറയുക ശാബത്ത് ദിനമാണ്. അതുപോലെ തന്നെ 6 വർഷത്തെ വിളവെടുപ്പിന് ശേഷം 7-ാമത്തെ വർഷം ഭൂമിയുടെ ശാബത്ത് ആചരിക്കുവാൻ വേണ്ടി വെറുതെ ഇടണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, തീരുമാനമാണ്. എന്നാൽ ഇസ്രായേൽ ജനം അത് ലംഘിക്കപ്പെടുകയും അവർ 7-ാമത്തെ വർഷവും വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 30 വർഷം കൂടി അവർക്ക് ഈജിപ്തിൽ തുടരേണ്ടി വന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ 30 വർഷം അധികം അടിമത്വം അല്ലെങ്കിൽ ഒരു പെനാലിറ്റി ഏറ്റെടുത്ത ഇസ്രായേൽ ജനം ഈ 430 വർഷം പൂർത്തിയാക്കിയ ദിവസം തന്നെ അവിടെ നിന്നും പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയം ഓർത്തുകൊള്ളുക, പുറപ്പാട് 12-ാം അധ്യായത്തിൽ ഈ ജനത്തിൻ്റെ നിലവിളി കേട്ട ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയും മോശയോടും മോശയുടെ സഹോദരൻ അഹരോനോടും കൂടെ ദൈവം പറയുകയാണ്, പെസഹ ആചരിക്കണം. ഹല്ലേലൂയ. പെസഹ ആചരിക്കണമെന്ന് പറയുമ്പം അതിന് ഒരു നിർദ്ദേശം അവർക്ക് ദൈവം കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. പുറപ്പാട് 12-ൽ നമ്മളിത് കാണുകയാണ്. വീണ്ടും പറയുകയാണ്, ഓരോ ഭവനത്തിനും ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കണം. അത് 10-ാമത്തെ ദിവസം ഈ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. അത് കോലാടാകാം, ചെമ്മരിയാടാകാം, അത് 1 വയസ്സുള്ളതായിരിക്കണം, ഊനമറ്റതായിരിക്കണം, മുട്ടാടിൻ്റെ വർഗത്തിൽപ്പെട്ടതായിരിക്കണം. 14-ാമത്തെ ദിവസം സന്ധ്യസമയത്ത് ഈ ആടിനെ കൊല്ലണം. കൊന്നിട്ട് ഇതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലിലും മികൾപ്പടിയിലും തളിക്കണം. എന്നിട്ട് ഈ മാംസം ചുട്ട് ഭക്ഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പം രാത്രി കഴിക്കണം. പ്രഭാതമാകുമ്പോൾ യാതൊന്നും അവശേഷിക്കരുത്. മിച്ചം വന്നാൽ അത് തീയിൽ ദഹിപ്പിക്കണം. അങ്ങനെ ദൈവം ആദ്യത്തെ പെസഹ ആചരിക്കുവാനുള്ള നിർദ്ദേശം മോശയ്ക്കും അഹ്റോനും കൊടുക്കുകയും അവർ ലോക ചരിത്രത്തിൽ ആദ്യത്തെ പെസഹ ആചരിക്കുകയും ചെയ്തു. അതെങ്ങനെ കഴിക്കണമെന്നുള്ള നിർദ്ദേശവും പുറപ്പാട് 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. 1 അരമുറുക്കണം, 2 ചെരുപ്പ് അണിയണം, 3 വടി കയ്യിലെടുക്കണം, 4 തുടുക്കത്തിൽ കഴിക്കണം. കാരണം ഇത് കർത്താവിൻ്റെ പെസഹയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ പെസഹ ആചരിച്ചു കഴിയുമ്പോൾ സംഹാരദൂതൻ രാത്രി കടന്നു വരും. ഈജിപ്തിലെ മനുഷ്യര്, മൃഗങ്ങള്, ആദ്യജാതരെ എല്ലാം സംഹരിക്കും.
ഈജിപ്തിലെ ദേവന്മാർക്ക് എതിരെയുള്ള ഒരു കടുത്ത ശിക്ഷയായി ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവിടെ കടന്നു വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാനാണ് കർത്താവ്, ഞാനാണ് ഏക കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദൈവം തൻ്റെ പദ്ധതി ഈജിപ്തിൽ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ രക്തം തളിച്ച് സംരക്ഷണമെടുത്ത ഒരു ഇസ്രയേൽ ഭവനത്തിലും ആദ്യജാതർ നഷ്ടപ്പെട്ടു പോയില്ല, മരിച്ചു പോയില്ല. ഈജിപ്തുകാർ ഇത് കണ്ടുകൊണ്ട്, ഇസ്രയേൽ ജനം ഈ ആചരിക്കുന്ന പെസഹ കണ്ടുകൊണ്ട് ഈജിപ്തുകാരും ഇതുപോലെ തന്നെ ഇത് ഏറ്റെടുത്തപ്പോൾ ആ ഏറ്റെടുത്ത ഒരൊറ്റ ഈജിപ്തുകാർ പോലും നഷ്ടമായില്ല എന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ പെസഹ എന്ന് പറയുന്നത് ഒരു അടിമത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, അതുമല്ലെങ്കിൽ ഒരു വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. കേവലം 11 ദിവസത്തെ യാത്രാദൂരമുണ്ടായിരുന്ന ഈ യാത്ര 40 വർഷം മരുഭൂമിയിലൂടെ ചുറ്റിത്തിരിയേണ്ടി വന്നതിൻ്റെ കാരണം ഈ ജനം ദൈവത്തോട് മറുതലിച്ചു. ഞാനാണ് ഏക കർത്താവെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടും മോശ സീനായി മലയിലേക്ക് കയറിപ്പോയ സമയം മോശ ഇറങ്ങി വരുവാൻ താമസിച്ചത് കണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവരാരാധിക്കുവാൻ തുടങ്ങിയ ഒരു സമയത്ത് ദൈവത്തിൻ്റെ കോപം ആ ജനത്തിൻ്റെ മേൽ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പെസഹ ആചരിച്ച് ഇറങ്ങിത്തിരിച്ച ജനം 40 വർഷം മരുഭൂമിയിലൂടെ ചുറ്റിത്തിരിഞ്ഞു. പക്ഷെ ജനത്തോട് ദൈവം പറഞ്ഞു, എല്ലാ വർഷവും നിങ്ങൾ പെസഹ ആചരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിൾ എടുക്കണം. 40 വർഷം ഈ ജനം വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ എത്ര തവണ പെസഹ ആചരിച്ചു? ഇതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം. 40 വർഷം ഇവർ നടന്നുവെങ്കിൽ 40 വർഷവും ഈ ജനം പെസഹ ആചരിക്കണം. പക്ഷേ ബൈബിൾ എടുത്താൽ ആദ്യത്തെ പെസഹ എന്ന് പറയുക പുറപ്പാട് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് ഈ ജനം പെസഹ ആചരിച്ചത് സംഖ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ജനം രണ്ടാമത്തെ പെസഹ ആചരിച്ചത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ 2-ാമത്തെ വർഷമാണ്. ഇങ്ങനെയാണ് ബൈബിൾ പറയുക, ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 1-ാം മാസം സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം. ഈ മാസം 14-ാം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. ഓർക്കുക, സീനായി മരുഭൂമിയിൽ വെച്ച് 2-ാമത്തെ പെസഹ ഇസ്രായേൽ ജനം കർത്താവ് പറഞ്ഞതുപോലെ ആചരിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് ഇറങ്ങിത്തിരിച്ച ജനം 3 തവണ മാത്രമാണ് പെസഹ ആചരിച്ചത്. 3-ാമത്തെ തവണ അവരാചരിച്ചത് ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഗിൽഗാലിൽ വെച്ച് ഇസ്രായേൽ ജനം ജെറീക്കോ സമതലത്തിൽ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആചരിച്ചു, ആഘോഷിച്ചു എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ 3-ാമത്തെ പെസഹ ഗിൽഗാലിൽ വെച്ച് ആഘോഷിച്ചല്ലെങ്കിൽ ആചരിച്ച് വാഗ്ദത്വ ദേശത്തേക്ക് ഇസ്രായേൽ ജനം കടക്കുകയാണ്. 3 തവണ പെസഹ ആചരിച്ച് ആ ജനം കടന്നു വന്നു. 3-ാമത്തെ പെസഹ ആചരിച്ചുകൊണ്ട് അവർ വാഗ്ദത്ത ദേശത്തേക്ക്, അത് പ്രോമിസ് ലാൻഡിലേക്ക്, കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ 3 തവണ പെസഹ ദൈവജനം ആഘോഷിച്ചുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു എത്ര തവണ പെസഹ തൻ്റെ ആ ഒരു ഐഹിക ജീവിത കാലഘട്ടത്തിൻ്റെ നടുവിൽ എത്ര തവണ പെസഹ ആചരിച്ചു? ഇത് 2-ാമത്തെ ചോദ്യമാണ്. ബൈബിൾ എടുത്താൽ
നമ്മൾ കണ്ടു പഴയ നിയമത്തിൽ പുറപ്പാട് 12 തൊട്ട് നമ്മൾ കണ്ടാൽ 3 തവണ ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ യേശു ക്രിസ്തുവും 3 തവണ മാത്രമാണ് പെസഹ ആചരിച്ചത് എന്ന് ബൈബിൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. ഓർക്കുക, 400 വർഷത്തെ അടിമത്തം എന്ന് വെച്ചാൽ പുറപ്പാട് തുടങ്ങുന്നതിന് മുമ്പ്, ഉൽപ്പത്തി അവസാനിച്ച സമയം തൊട്ട് പുറപ്പാട് തുടങ്ങുന്നത് വരെ 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ദൈവം ഇടപെടുന്നത്. പിന്നീട് 430 വർഷത്തെ ഒരു അടിമത്വത്തിന് ശേഷമാണ് ഇസ്രായേൽ ജനം പുറത്തിറങ്ങുക. ഇവിടെ പഴയ നിയമം അവസാനിച്ച്, മലാക്കിയുടെ പുസ്തകം പഴയ നിയമം അവസാനിപ്പിച്ച് പിന്നീട് 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ദൈവം ജനത്തോട് സംസാരിക്കുക. പിന്നീട് ദൈവം ഇടപെടുന്നത്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ്. എന്ന് വെച്ചാൽ സ്വർഗം തുറന്ന് ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അങ്ങനെയാണ് പിന്നീട് ദൈവം ജനത്തോട് ഇടപെടുക. അപ്പം മലാക്കി മുതൽ പുതിയ നിയമം വരെയുള്ള 400 വർഷത്തെ കാലഘട്ടം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 430 എന്ന് പറയുന്ന ഒരു കണക്ക് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ മലാക്കി തൊട്ട് പുതിയ നിയമം വരെ 400 വർഷത്തെ ഒരു നിശബ്ദത അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദൈവം ഇടപെടുന്നതെങ്കിൽ ഈ പഴയ നിയമത്തിലെ 430മായി ഇതെങ്ങനെയാണ് ഒന്ന് ടാലി ചെയ്യാൻ പറ്റുക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. യേശുക്രിസ്തുവിൻ്റെ 12 വയസ്സിന് ശേഷമുള്ള ഒരു കാര്യവും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് 30 വയസ്സ് മുതലാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുക. ശ്രദ്ധിച്ചു നോക്കുക. ഒരു 30 വർഷം അനുസരണക്കേടിൻ്റെ, അതായത് ഭൂമിയുടെ ശാബത്ത് ആചരിക്കാതെ ആ ജനത്തിനൊരു പെനാൽറ്റി 30 വർഷം കിട്ടിയപ്പോൾ ആ 30 വർഷം ടാലി ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ 30 വർഷത്തെ ആ ഒരു കാലഘട്ടം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇത് ഒരു കോയിൻസിഡൻസായി നിങ്ങൾ കാണരുത്. ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ പദ്ധതി കൃത്യമായി ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇടപെടൽ ശരിക്കും യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30 വയസ്സ് മുതലാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇതിനോട് ചേർത്ത് വെക്കുമ്പം ആ 430 തമ്മിൽ ചേർന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുകയാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്താൽ അവിടെ വെള്ളം വീഞ്ഞാക്കുന്ന അല്ലെങ്കിൽ ആ വലിയൊരു അത്ഭുതം നമ്മളവിടെ കാണുകയാണ്. അതിനുശേഷം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശുക്രിസ്തു ജെറുസലേമിലേക്ക് പോയി എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ കാനാവിലെ അത്ഭുതത്തിന് ശേഷം, ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തു പെസഹ ആചരിക്കുകയാണ്. ഹല്ലേലൂയ. 1-ാമത്തെ പെസഹ. 2-ാമത്തെ പെസഹ യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ 5 അപ്പം 5000 മാറ്റിയ അത്ഭുതത്തിൻ്റെ ആ സമയത്ത് യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം വ്യക്തമാക്കുകയാണ്. അതായത് 5 അപ്പം 5000 ഒരു അത്ഭുതം ജനത്തിൻ്റെ നടുവിൽ കാണിച്ച് ചെയ്തതിന് ശേഷം ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന ശക്തമായ സന്ദേശം യേശുക്രിസ്തു ലോകത്തിന് നൽകി. വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാനയുടെ നിഴലായി യേശുക്രിസ്തു അവിടെ മാറുകയാണ്. ആ സമയം 2-ാമത്തെ പെസഹ യേശുക്രിസ്തു ആചരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 3-ാമത്തെ പെസഹ യേശുക്രിസ്തു ആചരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വാക്യം, കുരിശു മരണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ലാസറിനെ ഉയർപ്പിച്ച ആ ഒരു കാലഘട്ടത്തിൻ്റെ സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 11:55 ഇങ്ങനെ പറയുകയാണ്, യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി
പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവസാനത്തെ അത്താഴം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി കഴിക്കുമ്പോൾ, ആ പെസഹ ആചരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു പുതിയ ഉടമ്പടി യേശുക്രിസ്തു സ്ഥാപിക്കുകയാണ്. എന്ന് വെച്ചാൽ പെസഹ കുഞ്ഞാടായി യേശുക്രിസ്തു സ്വയം അവിടെ അർപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ യേശു അവരോട് പറയുകയാണ്, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ സകല ജനത്തോടും യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കുരിശു മരണത്തിൻ്റെ അതിനു മുമ്പ് അവസാനത്തെ പെസഹ മാനവരാശിയെ പാപത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കുവാൻ യേശുക്രിസ്തു തൻ്റെ കാൽവരി യാഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് പെസഹ ആചരിക്കുകയാണ്. മൂന്നാമത്തെ പെസഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും, സീനായി മലയിൽ വെച്ച് മോശയും ഒരു രക്ത ഉടമ്പടി ജനവുമായി ചെയ്യുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 7, 8, 9 വാക്യത്തിൽ നമുക്കത് കാണുവാൻ പറ്റും. അതായത് ഉടമ്പടിയുടെ ഗ്രന്ഥമെടുത്ത് ജനങ്ങൾക്കൊക്കെ മോശ വായിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളൊക്കെയും ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലും ഉടമ്പടി രക്തത്താലാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ രക്തമെന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഉടമ്പടിയായി മാറുകയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ രക്തത്താലുള്ള പുതിയ ഉടമ്പടി, കുരിശു മരണത്തിലൂടെ സകല മാനവ രാശിക്കും സമാധാനം നൽകുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം യേശുക്രിസ്തു ചിന്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ തിരുച്ചോരത്തുള്ളികളിൽ വിശ്വാസമർപ്പിച്ച് പാപം മോചനം പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടന്നു ചെല്ലുവാൻ യേശുക്രിസ്തു നമുക്കായി സ്വയം യാഗമായി മാറുകയാണ്. സമാധാനം നൽകുന്ന പുതിയ ഉടമ്പടിയുടെ രക്തത്താൽ അല്ലാതെ ഈ ലോകത്ത് സമാധാനം നിലനിൽക്കത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുവാൻ ഇന്ന് ഈ ലോകത്തിന് സാധ്യമാകുന്നില്ല. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ സകലരുടെയും മനസ്സിനെ അന്ധമാക്കി യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ, മഹത്വമേറിയ കുരിശു മരണത്തിൻ്റെ, മഹത്വമേറിയ ഉത്ഥാനത്തിൻ്റെ ശക്തി തിരിച്ചറിയാനാവാത്ത വിധം കടന്നു പോകുന്ന ഈ കാലഘട്ടം. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 9:12 രണ്ടാമത്തെ പെസഹ ആചരിക്കുന്ന സമയം പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിപ്പിക്കരുത്, മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 12-ാം അധ്യായം 46-ാം വാക്യം പുറപ്പാടിൽ പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത് എന്നും വചനം വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. കാരണം പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥി ഒടിക്കരുത് എന്ന് പഴയ നിയമം പറയുമ്പോൾ യേശുക്രിസ്തു മരിച്ചോ എന്ന് അറിയുവാൻ കുന്തം കൊണ്ട് പടയാളി യേശുക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ കുത്തി നോക്കി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. ഇന്ന് സമാധാനം അന്വേഷിക്കുന്ന മനുഷ്യ, യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്ന് ആ മുറിവുണ്ടായത് നമുക്ക് സൗഖ്യമേകുവാൻ, ആ രക്തം പുറപ്പെട്ടത് നമ്മുടെ പാപമോചനത്തിന്, വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമായി മാറുകയാണ്. വീണ്ടും 19:36 യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നു, അവൻ്റെ അസ്ഥികൾ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. ഹല്ലേലൂയ. എല്ലാം നിവൃത്തിയാകുന്നതിന് മുമ്പ് യേശു പെസഹ ആചരിച്ചതിന് ശേഷമാണ് കാൽവരിയിലേക്ക് കടന്നു പോവുക. ഓർത്തുകൊള്ളുക, എത്രയോ കാലഘട്ടമായി ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏറ്റെടുക്കുന്നു. എത്ര നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി, എത്ര പെസഹായും എത്ര ദുഃഖവെള്ളയും എത്ര ഈസ്റ്ററും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തു. പക്ഷേ ഓർത്തുകൊള്ളുക, ഒരിക്കൽ പോലും ഈ പെസഹ അത് ഏറ്റെടുക്കുവാൻ
പറ്റാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദര, എല്ലാം നിവൃത്തിയാവുകയാണ്. അതുകൊണ്ട് നിത്യജീവൻ്റെ സമാധാനത്തിൻ്റെ ഒരു സാധ്യത നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് യേശുക്രിസ്തു എന്ന സത്യദൈവത്തെയാണ്. ലോകം നിങ്ങളുടെ മുമ്പിൽ പലതും തുറന്നു വെക്കും. പക്ഷേ യേശു എന്ന സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വരണം. ഈ ഒരു നോമ്പ് കാലത്ത് ഈ പെസഹ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണം. നിങ്ങൾ ബൈബിൾ എടുക്കണം, നിങ്ങൾ വചനമെടുക്കണം. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ നിങ്ങളത് പരിശോധിക്കണം. യേശുക്രിസ്തു കഥയല്ല, പെസഹ കഥയല്ല, ദുഃഖവെള്ളി കഥയല്ല. ഇന്ന് നമ്മൾ പെസഹായും ദുഃഖവെള്ളിയും ഒക്കെയായി കടന്നു പോകും. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ, വീണ്ടും വരുന്ന യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ, യേശുക്രിസ്തു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ദൈവം തൻ്റെ പദ്ധതി മുഴുവൻ പൂർത്തീകരിച്ചു. ഇനി ഇതനുസരിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, യേശു നിങ്ങൾക്കായി കാൽവരിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഏറ്റെടുത്ത ഈ പെസഹ നിങ്ങളെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്ന ഏക വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു എന്ന സത്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, ഇസ്രായേൽ ജനം പുളിപ്പില്ലാത്ത ആ മാവ് തിടുക്കത്തിൽ തുണിയിൽ പൊതിഞ്ഞ് അവർ മാറോട് ചേർത്ത് കൊണ്ടുപോയതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആ തിരുശരീര രക്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ പെസഹായുടെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ വലിയ കൃപ എന്തെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഈ നോമ്പുകാലം അനുഗ്രഹമാക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹത്തിൻ്റെയും നീർച്ചാലായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.